പോടാ. പഴയകാല ഹാസ്യ നടനിൽ നിന്നും ഇപ്പോഴത്തെ പഴയകാല വില്ലനിൽ നിന്നും ഇപ്പോഴത്തെ ഹാസ്യത്തിലേക്ക് മാറിയ ഒരു മലയാള സിനിമയിലെ ഒരു പ്രതിഭയെ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതായത് രണ്ട് വ്യത്യാസങ്ങൾ, ആദ്യത്തേതും ഇപ്പൊ രണ്ടാമത്തേതും. എന്റെ പൊണ്ട് തോമാച്ച, ഞാനപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട വേണ്ടാതെ. ഇതേ ജനാർദ്ദനൻ വർഷങ്ങൾക്ക് ശേഷം മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ. എടാ എന്തോ അടിച്ചൊടിക്കടാ അവന്റെ കാല്, എടാ എന്റെ കാലടാ അവന്റെ കാല്. അടുത്തത് തിയേറ്ററിലെ ആദ്യത്തെ സിനിമ തുടങ്ങുമ്പോൾ ഒരു പരസ്യം. തകർത്തത് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. ആരാണ് ഒന്നും പ്രതികരിക്കാത്തത്? പുകവലിക്ക് വലിയ വില നൽകേണ്ടി വരും, വലിയ വില. കൊളാക്കിയ നാളത്തെ കേരളം. നാളെയാണ് 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 നെരുക്കെടുപ്പ്, നാളെയാണ് നെരുക്കെടുപ്പാണ്. കേരള സംസ്ഥാനം കുറെ അടുത്തതൊരു അറബി പാൽക്കായ. പാതിരാതരത്ത് നിങ്ങളുടെ കുട്ടികൾ കുളുകളാ ചിരിക്കുക, കുളുകളാ കരകഴിച്ചത് മുതലാത്തിന് മനുഷ്യങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഫയർ സ്റ്റേഷനിലോ വിളിക്കാതെ കഥ ചക്ക വെട്ടിയിട്ട് പോലെ കിടന്നിറങ്ങുന്ന ഭാര്യയെ ചവിട്ടിയെടുക്കാതെ അവിടെ വാങ്ങിക്കിടക്കുന്ന പച്ചത്തറി പാതിരാസേനത്ത് നിങ്ങൾ കേൾക്കാതെ കഥ. നിങ്ങൾക്ക് വേണം അറബി പാൽക്കായം. ഇതിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം പെടുത്താതില്ല അറബി പാൽക്കായം സംബന്ധിച്ചിരുന്ന കുട്ടികൾക്ക് ചേട്ടൻ കുട്ടികളുമായി കിടന്നിറങ്ങും. നിങ്ങൾക്ക് മനസ്സിലൊരാശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 10 വർഷങ്ങൾക്ക് മുമ്പ് ചുരുട്ടി കെട്ടിയതാണിത്. അതുകൊണ്ട് ഒന്നുകൂടി ചികഞ്ഞെടുത്താണ് ഒരു വൺ മാൻ ഷോ. പണ്ട് ഞാൻ മമ്മൂട്ടി മോഹൻലാലിനെ മനോഹരമായിട്ട് അനുകരിച്ചിരുന്നു. മറ്റേ പിടിക്ക് ആ ആണെങ്കിൽ എടുക്കാൻ വലിയ കരുത്താണിച്ചല്ല. Allah